സംസ്ഥാനത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശം. പാലക്കാട് കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മരം വീണു. ആലപ്പുഴയിൽ മരം കടപുഴകി വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. ഒരാൾക്ക് ഗുരുതരമാണ്. കാസർഗോഡും കണ്ണൂരും കനത്ത കാറ്റിൽ മരം വീണ് വീടുകൾ തകർന്നു. കാസർഗോഡ് ജില്ലയിലാണ് മഴ കാര്യമായി നാശം വിതച്ചത്. നീലേശ്വരത്ത് കനത്ത മഴയിൽ 2 വീട് തകർന്നു. ചെമ്മാക്കര വളപ്പിൽ നാരായണിയുടെ വീടും കൊല്ലമ്പാറ തലയെടുക്കം കുന്നുമ്മൽ രാഘവന്റെ വീടുമാണ് തകർന്നത്. മരം വീഴുന്നത് കണ്ട് പുറത്തേക്കോടിയ രാഘവന്റെ ഭാര്യ KV തമ്പായിക്ക് പരുക്കേറ്റു. കയ്യൂരിൽ ക്ലായിക്കൂട് മരം വീണ് മീനാക്ഷിയുടെ വീട് ഭാഗികമായി തകർന്നു. ആലപ്പുഴയിൽ മരം കടപുഴകി വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. മഴ പെയ്തപ്പോൾ മരച്ചുവട്ടിൽ കയറി നിന്ന ദമ്പതികൾക്കാണ് പരുക്കേറ്റത്. കൊച്ചി നഗരഹൃദയത്തിന് സമീപത്തെ 2 മാസം മുൻപ് നിർമ്മിച്ച ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി റോഡ് 8 അടിയോളം താഴ്ന്നു. അപകടം പുലർച്ചെ 5 മണിയോടെ ആയതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇത് പണിയുടെ അപാകതയെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി JCB വന്നിരുന്നു. അന്ന് ഇതിൻ്റെ അടിയിൽ കൂടിയുള്ള ചെളികളൊക്കെ വടിച്ചു മാറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങി മറിഞ്ഞതാണിത്. പണിയുടെ അപാകതയാണെങ്കിൽ ഇത് പണത്തേക്കണം മറിഞ്ഞു പോകും. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയും കാറ്റുമുണ്ടായി. ആലുവ മണപ്പുറത്ത് പെരിയാറിൽ 1.5 അടിയോളം ജലമുയർന്നു. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം മരം വീണ് ചാലക്കുടി മലക്കപ്പാറ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. വടകര കീഴലിൽ റോഡരികിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ തേക്കുമരം കടപുഴകി വീണു. കണ്ണൂരിലെ പാനൂരിലും പന്ന്യന്നൂരിലും വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ആൽമരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാലക്കാട് തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണ് ഓടുകൾ തകർന്നു. സ്കൂളിന് നേരത്തെ അവധി പ്രഖ്യാപിച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ റോഡിന് കുറുകെ പനമരം കടപുഴകി വീണു. മഴ ശക്തമായതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബീച്ചിലേക്കുള്ള യാത്രകൾക്കും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും പൂർണ്ണവിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മനോജ് മാധവൻ പറയുകയാണ്, ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനം ഞെട്ടിയുണരും, പിന്നെ വീണ്ടും മയക്കത്തിലേക്ക് പോകും എന്ന് പറയുകയാണ്. അത് ഈ സംഭവത്തിൽ മാത്രമല്ല, നമ്മൾ പല സംഭവങ്ങളിൽ നമുക്കത് പല ഉദാഹരണങ്ങൾ ആ കാര്യത്തിൽ പറയാനും കഴിയും.